ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. എന്താണെന്നല്ലേ പറയാം. കാണിച്ചിരിക്കുന്നത് നമ്മുടെ ആദില ഒന്ന് രണ്ട് കുസൃതികൾ ഒപ്പിക്കുന്നതായിട്ടാണ്. എന്താണ് കുസൃതി ഒപ്പിക്കുന്നത്? പോയി നമ്മുടെ അനീഷിന്റെയും അക്ബറിന്റെയും ജിഷിന്റെയും ഒക്കെ മേത്ത് ക്രീമിന്റെ ആ ഒരു കുപ്പി എടുത്തുകൊണ്ടുപോയി ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് അതിങ്ങനെ തേച്ച് വെക്കുന്നു. മുഖത്തും കയ്യിലും ഒക്കെ തേച്ച് വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആദ്യം അനീഷിന്റെ അടുത്ത് പോയിട്ടാണ് ഈ ഒരു പരിപാടി കാണിക്കുന്നത്. അനീഷിന്റെ മുഖത്ത് ആ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, ക്രീം ഇത് ചെയ്ത് വെക്കുന്നുണ്ട്. അനീഷ് എണീക്കുന്നൊന്നുമില്ല, അനീഷ് നല്ല ഡീപ്പ് സ്ലീപ്പിലാണ്. അത് കഴിഞ്ഞിട്ട് പോയിട്ടാണ് അക്ബറിന്റെ മുകളിൽ പോയി ഈ ഒരു സംഭവം കാണിക്കുന്നത്. ജിഷിന്റെ മുഖത്ത് കാണിക്കുന്നുണ്ട്. അക്ബർ എണീക്കുന്നുണ്ട് കേട്ടോ. അക്ബർ എണീറ്റിട്ട് അത് ആ ഒരു സംഭവം തേച്ച് കളയുന്നുണ്ട്. അപ്പോ ഈ സമയത്ത് നമ്മുടെ ആദില പോയി ബെഡിലോട്ട് പോയി വീഴുന്നുണ്ട്. നൂറ എവിടെ എണീറ്റ് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നൂറയുടെ ഫേസിലെ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും അതിൽ ഇത് എന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നത് എന്നാണ് നൂറ ഓർത്തുകൊണ്ട് നിൽക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എപ്പിസോഡിനകത്ത് കാണിച്ചിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് ഓർത്തോണേ. ഉറങ്ങിക്കിടക്കുന്നവരുടെ മേത്ത് പോയി ക്രീം തേച്ച് വെക്കുക, ഇതൊക്കെ കുസൃതികളാണെന്നാണ് ഓർത്തോണ്ടിരിക്കുന്നത്. ക്യൂട്ട്നെസ് ആണല്ലോ, ക്യൂട്ട്നെസ് കാണിച്ച് അങ്ങ് മെഴുകുവാണ് അങ്ങോട്ട്. കാണുമ്പോൾ പ്രേക്ഷകർ എന്തായിരിക്കും വിചാരിക്കുക എന്നുള്ളൊരു ഒരു മിനിമം ഒരു ബോധമില്ല. പാതിരാത്രി പോയി ഉറങ്ങിക്കിടക്കുന്നവരുടെ മേളിലാണ് ഈ ടൈപ്പ് പരിപാടി കാണിക്കുന്നത്. ഉറങ്ങിക്കിടന്ന സമയത്ത് അതിലെ ജസ്റ്റ് ഒന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അതിലെ എന്തൊക്കെ പുകിലാണ് അവിടെ കാണിച്ചു കൂട്ടിയെന്ന് നമുക്കറിയാം. എന്നിട്ടാണ് അതിലെ പോയി ഈ ടൈപ്പ് പരിപാടി കാണിക്കുന്നത്. അപ്പോൾ സ്വന്തം കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു ന്യായവും വേറുള്ളവരുടെ കാര്യത്തിൽ വേറെ ന്യായവുമാണ് ഈ അതിലേക്ക്. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു നെഗറ്റീവായി വരുന്നുണ്ടെന്നൊന്നും പറയുന്നില്ല. എത്രയൊക്കെ ആണെങ്കിലും കുറെ വിഭാഗം പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. എനിക്കും താല്പര്യം ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റാണ്. ഇപ്പോഴും താല്പര്യം പോയിട്ടൊന്നുമില്ല. പക്ഷെ ഈ ടൈപ്പ് ഇങ്ങനെയുള്ള പ്രവർത്തികൾ നിർത്തിയാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നു. ഈ ഡ്യൂട്ടിക്ക് വിളിക്കുമ്പോൾ വരാതിരിക്കുക, പിന്നെ ഇങ്ങനെയുള്ള ചില ക്യൂട്ട്നെസ് കാണിച്ചുള്ള മെഴുകൽ പരിപാടി നിർത്തുക. ഇന്നത്തെ ദിവസം ഫുള്ള് അനീഷിന്റെ പുറകെ കൂടിയിരിക്കുകയായിരുന്നു. അനീഷിനെ ട്രോളിയും ചൊറിഞ്ഞും ഒക്കെ അനീഷിന്റെ പുറകെ ആയിരുന്നു. അനീഷിന്റെ അടുത്താണ് ഈ പരാക്രമം രാത്രി കാണിക്കുന്നത്. അപ്പോ ഇത് നിർത്തിയാൽ അതിലേക്ക് കുറെ ദിവസം കൂടി നിൽക്കാം എന്നേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.